ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ 24ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ പഠന വിഷയം കത്തോലിക്കർക്ക് പുനർവിവാഹത്തിന് സിവിൽ കോടതിയെയും സഭാ കോടതിയെയും സമീപിക്കേണ്ടതുണ്ടോ എന്നതാണ്. ആദ്യം മനസ്സിലാക്കേണ്ടത് സഭയിൽ വിവാഹമോചനമില്ല എന്നതാണ്. പകരം സഭയിൽ വിവാഹം അസാധുവായി പ്രഖ്യാപിക്കൽ മാത്രമാണ് ഉള്ളത്. എന്നാൽ സിവിൽ കോടതിയിൽ മാത്രമാണ് വിവാഹമോചനം ലഭ്യമാകുന്നത്. അപൂർവമായിട്ടെങ്കിലും സിവിൽ കോടതിയിലും വിവാഹം അസാധുവാക്കൽ ചെയ്യാറുണ്ട്. വിശദമായിട്ട് ഈ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് എന്താണ് വിവാഹമോചനമെന്നും എന്താണ് വിവാഹം അസാധുവാക്കൽ എന്നതും മനസ്സിലാക്കണം. സാധുവായി നിയമപരമായി നടത്തപ്പെട്ട വിവാഹം വിവാഹശേഷമുണ്ടാകുന്ന ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വേർപ്പെടുത്തുന്നതിനെയാണ് വിവാഹമോചനം അഥവാ ഡിവോഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിവാഹത്തിന് മുൻപോ വിവാഹ സമയത്തോ ഉണ്ടായിരുന്ന ഗൗരവമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട വിവാഹം അതിൻ്റെ ആരംഭത്തിലെ അസാധുവായിരുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നതിനെയാണ് വിവാഹം അസാധുവാക്കൽ, നള്ളിറ്റി, അനൾമെന്റ് ഓഫ് മാരേജ് എന്ന് പറയുന്നത്. സിവിൽ കോടതികളിൽ നിന്ന് ലഭിക്കുന്നവ ഭൂരിഭാഗവും വിവാഹമോചനമാണ്, ഡിവോഴ്സ്. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രം സിവിൽ കോടതിയിൽ നിന്നും വിവാഹം അസാധുവാക്കൽ, നള്ളിറ്റി ഓർ അനൾമെന്റ് ഓഫ് മാരേജ് ലഭിക്കാറുണ്ട്. എന്നാൽ സഭ നൽകുന്നത് വിവാഹം അസാധുവായി പ്രഖ്യാപിക്കൽ മാത്രമാണ്, നള്ളിറ്റി ഓർ അനൾമെന്റ് ഓഫ് മാരേജ്. കത്തോലിക്കർക്ക് സിവിൽ കോടതിയിലും സഭാ കോടതിയിലും പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടായതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതുണ്ട്. 1986 വരെ കത്തോലിക്കരുടെ വിവാഹ കേസുകളിൽ സഭാ കോടതികൾ നൽകി പോന്നിരുന്ന വിധികളുടെ കാര്യത്തിൽ സിവിൽ കോടതികൾ കാര്യമായി ഇടപെട്ടിരുന്നില്ല. എന്നാൽ 1986 ഒരു കേസിനെ ആസ്പദമാക്കി കേരള ഹൈക്കോടതിയുടെ ഒരു വിധി വരികയുണ്ടായി. അതിൻ പ്രകാരം വിവാഹത്തിന് സിവിൽ പരമായ പ്രത്യാഘാതങ്ങളുണ്ടെന്നും അതിനാൽ വിവാഹബന്ധം വേർപ്പെടുത്തണമെങ്കിൽ സിവിൽ കോടതിയിൽ നിന്നും വിവാഹമോചനം ലഭിച്ചിരിക്കണമെന്നും വിധി വന്നു. ഈ വിധി പിന്നീട് ഇന്ത്യൻ സുപ്രീം കോടതി ശരിവച്ചതോടെ ഇന്ത്യ മുഴുവനും ഇത് ബാധകമാവുകയും തൽഫലമായി ഇന്ത്യയിലെ കത്തോലിക്കർക്ക് പുനർവിവാഹത്തിന് ഒരേ സമയം സിവിൽ കോടതിയെയും സഭാ കോടതിയെയും സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. സിവിൽ കോടതിയിൽ പരസ്പരമുള്ള താൽപ്പര്യമില്ലായ്മ തുടങ്ങിയ കാരണങ്ങൾ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചേരുന്നതിനായി കണക്കാക്കാൻ തുടങ്ങി. എന്നാൽ സഭാ കോടതിയിൽ അസാധുവായൊരു വിവാഹം പ്രഖ്യാപിക്കാൻ നിയതമായ കാരണങ്ങൾ ഗൗരവമായ പരിശോധനകൾക്ക് വിധേയമായി മാത്രം നടത്തുന്ന വിധികളിലൂടെയാണ് സംഭവിക്കുന്നത്. സഭാ നിയമത്തിൽ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോന നിയമസംഹിത CCEO ഈ നിയമാവലിയിൽ 13 തടസ്സങ്ങളും പാശ്ചാത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനോന നിയമസംഹിത CIC ഇതിൽ 12 നിയമ തടസ്സങ്ങളും വിവാഹത്തെ അസാധുവായി പ്രഖ്യാപിക്കുന്നതിന് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഉദാഹരണമായി സൂചിപ്പിച്ചാൽ, നിയമാനുസൃതമായ പ്രായമില്ലായ്മ വിവാഹത്തിന് തടസ്സമാണ്. നിലവിലെ ഇന്ത്യൻ സിവിൽ നിയമം അനുസരിച്ച് പുരുഷന് 21 വയസ്സും സ്ത്രീക്ക് 18 വയസ്സും പൂർത്തിയായിരിക്കണം. അതിന് താഴെയുള്ള പ്രായത്തിലെ വിവാഹം ഇന്ത്യയിൽ ശിക്ഷാർഹവുമാണ്. സഭാ നിയമത്തിലും 2 നിയമസംഹിതകളിലും CCEOയിലും CICയിലും പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. CCEO കാനൻ 800/1 CIC കാനൻ 1083/1 പുരുഷന് 16 വയസ്സും സ്ത്രീക്ക് 14 വയസ്സും
പൂർത്തിയായിരിക്കണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു സാധുവായ വിവാഹം നടത്തുവാൻ. എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നിഷ്കർഷിക്കുന്നുണ്ട്. സഭാമക്കൾ ഏത് രാജ്യത്താണോ അധിവസിക്കുന്നത് ആ രാജ്യത്തെ സിവിൽ നിയമത്തെ അതിലംഘിക്കാവുന്നതല്ല. വ്യക്തമാക്കി പറഞ്ഞാൽ, ഇന്ത്യയിലെ കത്തോലിക്കനാണെങ്കിൽ സഭാ നിയമം പുരുഷന് 16 വയസ്സും സ്ത്രീക്ക് 14 വയസ്സും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പുരുഷന് 21 സ്ത്രീക്ക് 18 വയസ്സും തികഞ്ഞിരിക്കണം ഇന്ത്യയിൽ ഒരു കത്തോലിക്കന് നിയമാനുസൃതമായ ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുവാൻ. ഇനി ഏതെങ്കിലും ഒരു രാജ്യത്ത് സഭാ നിയമത്തിലെ പ്രായപരിധിയേക്കാൾ സിവിൽ നിയമത്തിൽ മറ്റൊരു പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സഭാപരമായ നിയമത്തിൻ്റെ പ്രായപൂർത്തീകരണം ആയിട്ട് വേണം കത്തോലിക്കന് ആ രാജ്യത്ത് സാധുവായ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ. ഈ നിയമത്തിൻ്റെ ചൈതന്യം മനസ്സിലാക്കി തരുന്നത്, വിവാഹം നടന്ന സമയത്ത് നിഷ്കർഷിച്ചിരുന്ന പ്രായം പൂർത്തീകരിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ ആ വിവാഹം അതിൻ്റെ ആരംഭത്തിലെ തന്നെ അസാധുവായിരുന്നു എന്നതാണ്. അത് സഭാ കോടതിയിൽ വ്യക്തമായി വിധിയിലൂടെ പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സാധുവായ നിയമപരമായ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ നടക്കാത്ത ഒരു വിവാഹത്തെ വേർപിരിക്കാനാകില്ലല്ലോ. അതുകൊണ്ടാണ് സഭയിൽ വിവാഹമോചനം, ഡിവോഴ്സ് ഇല്ലാത്തത്.